കോൺഗ്രസിൽ തർക്കങ്ങൾ മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ് AICC. എല്ലാവർക്കും ആകണം മുഖ്യമന്ത്രി എന്നത് ഒരു വശം, ഒരാളെ മാറ്റി മറ്റൊരു വ്യക്തിയെ ഇലക്ഷൻ നടത്തിയാൽ അവിടെയും കൊടുക്കും പണി. മുരളീധരൻ പണ്ടേ പറഞ്ഞതാണ് ഇത് കോൺഗ്രസിന്റെ തന്നെ വീഴ്ചയാണ് എന്നുള്ളത്. തൃശ്ശൂരിലെ സംഭവത്തിൽ അകത്ത് നിന്നും കൂടി കളിച്ചത് കൊണ്ടാണ് BJP ജയിച്ചതെന്ന് മുരളീധരൻ അന്നേ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ KPCC റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല കോൺഗ്രസിൽ ഒന്നാകെ പ്രശ്നങ്ങളാണ് എന്ന് നാട് മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതാക്കൾ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ. മുൻ MP TN പ്രതാപൻ, DCC പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂർ, അനിൽ അക്കര, MP വിൻസെന്റ് എന്നിവർ വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് തന്നെ സിറ്റിംഗ് MP മത്സരത്തിന് ഇല്ല എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപിക്ക് എതിരാളികൾ ഇല്ല എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു എന്നാണ് KPCC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ കാരണമായേക്കാവുന്ന കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഇത്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് KPCC ഇത് പൂഴ്ത്തിവെച്ചത്. 30 പേജ് വരുന്ന റിപ്പോർട്ടിൽ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അപ്രതീക്ഷിത തോൽവിയുടെ പശ്ചാത്തലത്തിൽ TN പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നീ നേതാക്കളെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയ KPCC നടപടി എടുക്കാതെ നിൽക്കുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിലെ പാർട്ടി ഇടപെടൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻ MP-യുടെ പ്രവർത്തനം മണലൂരിലും ഗുരുവായൂരിലും മാത്രമായി ഒതുങ്ങിയെന്നും BJP വോട്ടുകൾ അധികമായി ചേർത്തത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും പരാമർശം വരുന്നുണ്ട്. എന്തായാലും മുരളീധരൻ ഇനി ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്. മുരളീധരനെ അല്ലെങ്കിൽ തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ എതിരാളികൾ കൂടുതലാണ്. മുരളീധരന് മാത്രമല്ല, സതീശനും ചെന്നിത്തലയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാവുന്നത്രയൊക്കെ പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ.